എങ്ങനെ മികച്ച രീതിയിൽ സ്റ്റാഫിനെ മാനേജ് ചെയ്യാം? നിങ്ങൾ സ്റ്റാഫിനെ മാനേജ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് അതായിരിക്കും. കാരണം ലോകത്തിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ് ആളുകളെ മാനേജ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ആളുകളെ മാനേജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതൊരു മൈക്രോ മാനേജ്മെൻറ്റിലേക്ക് പോകും. അതായത് അവർ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടും. അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ മാനേജ്മെൻറ്റ്. അതൊരു ടോക്സിക് ആയിട്ടുള്ള മാനേജ്മെൻ്റ് ആണ്. പകരം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ സ്റ്റാഫിനെ മാനേജ് ചെയ്യാൻ നിൽക്കരുത്, മറിച്ച് അവർക്ക് സ്വയം മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കുക. എന്നിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അവരെ എത്തിക്കുക. ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളുടെ എംപ്ലോയീസിന് നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച്, നമ്മളുടെ കമ്പനിയെക്കുറിച്ചുള്ള ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരിക്കുക. ആ ഒരു കാര്യം ഉറപ്പുവരുത്തുക. മനസ്സിലാക്കുക, ഒരു ടീം എഫക്റ്റീവായി വർക്ക് ചെയ്യണമെങ്കിൽ അവർക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം. അവർ ഒരേ ദിശയിലായിരിക്കണം സഞ്ചരിക്കേണ്ടത്. ഒരു ഉദാഹരണത്തിന്, ഒരു വടംവലിയിൽ ഒരേ ടീം തന്നെ പല ദിശയിലേക്ക് വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. അവർ ഒരേ ഡിറക്ഷനിൽ വലിക്കുമ്പോഴാണ് അവർക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. നമ്മളുടെ കമ്പനിയുടെ വിഷൻ കൃത്യമായിട്ട് എംപ്ലോയീസിൽ എത്തിയിട്ടില്ലെങ്കിൽ അവർ പല ഡിറക്ഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർ ഒരേ ഡിറക്ഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഓരോരുത്തരും, ഓരോ സ്റ്റാഫും കൃത്യമായിട്ട് നമ്മുടെ കമ്പനിയുടെ വിഷൻ മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഡിഫൈൻ കോർ വാല്യൂസ്. നമ്മുടെ കമ്പനിയുടെ അടിസ്ഥാന മൂല്യങ്ങൾ, കോർ വാല്യൂസ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ഈ കോർ വാല്യൂസ് ആണ് നമ്മളില്ലാത്ത സമയത്തും അവരെങ്ങനെ ചിന്തിക്കണം, എങ്ങനെ തീരുമാനമെടുക്കണം, എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്നത്. മൂന്നാമത്, ശരിയായ ആളുകളെ ശരിയായ സ്ഥാനത്ത് അപ്പോയിൻറ്റ് ചെയ്യുക. ഓരോ ആളുകൾക്കും ഓരോ സ്കില്ലുകളായിരിക്കും. അവരെ എക്സ്പെർട്ടൈസ് ആയിരിക്കുന്നത് ഓരോ മേഖലയിലായിരിക്കും. അവരെ കൃത്യമായിട്ട് അതാത് മേഖലയിൽ അലോക്കേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ സ്കില്ലുകൾ, അവരുടെ എക്സ്പെർട്ടൈസ് നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല. അവരുടെ സ്കില്ലിന് അനുയോജ്യമായിട്ടല്ലാതെ തെറ്റായ റോളുകളാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ വളർച്ചയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും.